Stop, please. Hammurabi. Diamond section, please. അതാ അവിടെയാണ്. Oh, thank you. What can I do for you, sir? ഓ മൈ ഗാഡ്, ഇംഗ്ലീഷ് കേട്ട് മടുത്തിട്ടാ മലയാളിയുടെ കടയിൽ കയറി വന്നത്. ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. എന്താ? സോറി സർ. വീണ്ടും ഇംഗ്ലീഷ്. സോറി സർ. ആണ്ടത് പിന്നെ ഇംഗ്ലീഷ്. എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ പത്തനാപുരംകാരനാണ്, അമേരിക്കക്കാരനല്ല. അടുത്ത ആഴ്ച എന്റെ പെങ്ങളുടെ വിവാഹമാണ്. വില കൂടിയതും ഭംഗിയുള്ളതുമായ വളകൾ, മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയ്ക്ക് വടിവിഴിഞ്ഞ പോലെ നോക്കിക്കാതെ എടുത്തിങ്ങി നിരത്തിയാട്ടെ. ഇപ്പൊ എടുക്കാം സർ. നോക്കിയേട്ടെ സാർ. കല്ലുകളൊന്നും കൊള്ളുകയില്ല. എനിക്കേ വില കൂടിയ കല്ലുകളുണ്ടല്ലോ, കല്ല്, അത് പതിപ്പിച്ച ആഭരണങ്ങളാണ് വേണ്ടത്. ഇത് വിലയുള്ളതാണ് സാർ. എന്ന് വെച്ചാൽ എന്തു വില വരും? അതൊന്നിന് 10,000, 15,000. 10,000, 15,000. മിസ്റ്റർ, ഈ വിലയുള്ള കല്ലുകളാണ് എന്റെ പശുക്കളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുക്കുന്നത് മണിയായിട്ട് കിളുങ്ങാൻ. 10,000, 15,000. എന്റെ സുഹൃത്തെ, ഞാൻ ഉദ്ദേശിച്ചത് 1.5 ലക്ഷം രൂപ വിലയുള്ള രത്നങ്ങളാ. ബെൽജിയം കട്ടിങ്ങുണ്ടോ? JD30 ഉണ്ടോ? അത് ഇല്ല അല്ലേ? നിങ്ങളുടെ മുതലാളി ഇങ്ങ് വിളിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂട്ടിന്ന് പറഞ്ഞോളാം. വെറുതെ ജുവലറി ഷോപ്പ് എന്ന് പറഞ്ഞ ആളെ വടിയാക്കരുത്. കഷ്ടം, JD30 ഇല്ലത്രേ. എവിടെ നിങ്ങളുടെ മുതലാളി? മുതലാളി അകത്തുണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് അകത്തായോ? ശരി. ക്ഷമിക്കണം സാർ, എന്ത് ചെയ്യാൻ? വിവരദോഷികളായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ ശാപം. ഇയാൾക്ക് അറിഞ്ഞുകൂടാ. JD30 പറ്റി കേട്ടിട്ടേ ഇല്ല പോലും. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. എനിക്ക് എന്തായാലും ബെൽജിയം കട്ടിങ് JD30 കിട്ടിയേ പറ്റൂ. ഞാൻ ഒരു കല്ലിന് 1 ലക്ഷം രൂപ വരെ തരാം. ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തന്നാലും കൊള്ളാം. 5 or 10 ഡയമണ്ട്സ് വേണേ ഞാൻ എടുക്കാം. അഡ്വാൻസ്. ഒരാഴ്ചക്കകം എനിക്ക് സാധനം കിട്ടണം. അഡ്വാൻസ് വാങ്ങിയിട്ട് എന്ത് കാര്യം? കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞില്ലേ? ഭാഗ്യമോ? തട്ടിക്കളഞ്ഞെന്നോ? അല്ല, ഒരാഴ്ചക്കകം JD30 സംഘടിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ. ശ്രമിച്ചു നോക്കൂ. ഞാൻ എന്റെ കാർഡ് തരാം. കിട്ടുമൊന്ന് വിളിച്ചു പറഞ്ഞേക്കൂ. ഹമ്മുറാബി. ഇറങ്ങി പോകളവാ. ഡയമണ്ട്സിന്റെ മാസ്റ്റർ ആണത്രേ. 70,000 അയാള് തന്നേനെ. 1 ലക്ഷത്തിന് ഇയാൾക്ക് വിറ്റിരുന്നേല് 5 കല്ലിന് 1.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇങ്ങ് പോന്നേനെ. ദ്രോഹി, പോടോ എന്റെ മുമ്പിൽ നിന്ന്. മുതലാളി. എടോ പോകാൻ. May I come in, sir? യെസ് കം ഇൻ. Excuse me. യെസ് പ്ലീസ് കം ഇൻ. Sorry, ഞാൻ എന്റെ കണ്ണട എടുക്കാൻ മറന്നു. സാർ ഒരു മിനിറ്റ്. നോ, ഞാൻ ഇപ്പൊ ഡയമണ്ട്സ്. നോ ഡയമണ്ട്സ്. ഞാനത് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സാർ നല്ല വില തരാം. ഇല്ല മിസ്റ്റർ, വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സാർ പ്ലീസ് സാർ ഒന്ന് നിൽക്കണേ. സാർ പ്ലീസ്. സാർ നോ നോ. നാരായണൻ നായർ ഒരു കഴുതയാ. അതെ അതെ, അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം സാർ. 50,000 തരാം സാർ. നടപ്പില്ല. 60? സാധ്യമല്ല. 70? 75 ആലോചിക്കാം. അതിച്ചിരി എങ്കിലാണ് വിട്. ഏറ്റു. ഏറ്റു. ഇനിയെങ്കിലും വിവരമുള്ളവരെ ജോലിക്ക് നിർത്താൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഇനിയും ബെൽജിയം കട്ടിംഗ് JD30 കയ്യിൽ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കാം. അന്തോണിച്ചൻ മകൻ വർഗീസ്. താങ്ക് യു. ഇതിനിടയിലെ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്നിട്ടും നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടില്ലേ? അപ്പൊ പേരിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നമ്മൾ ഇനിയും കാണും. എടോ, തന്നെ പോലല്ല. ഞാൻ ആ പൂഞ്ഞിത്തറ കപ്പേളയിൽ കത്തിക്കാൻ ആഴ്ചക്ക് മെഴുകുതിരി പാഴ്സൽ അയക്കുന്നത് ചുമ്മാതല്ല. കർത്താവ് എന്നെ കൈവിടുകയല്ല. ആ കർത്തായെ വിളിയിടൂ. കർത്താവോ? കർത്താവല്ല, കർത്ത. 4837383. ഹലോ, 4837383 അല്ലേ? മിസ്റ്റർ കർത്തായിക്കൊന്ന് കൊടുക്കൂ. അതെ, കർത്ത. 4837383 തന്നെ അല്ലേ? മിസ്റ്റർ കർത്തായുടെ വീടല്ലേ? മുതലാളി, കർത്തായുടെ നമ്പർ അല്ലെന്ന്. എന്ത്? കർത്തായുടെ നമ്പർ അല്ലെന്നോ? ഹലോ ഹലോ, 4837383 അല്ലേ? മിസ്റ്റർ കർത്തായ്ക്ക് ഇത് കൊടുക്കൂ.
ചതിച്ചോ കർത്താവേ.